ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ശങ്കരദാസിന് ഒഴിവാകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ശങ്കരദാസിനും വിജയകുമാറിനും എതിരായിട്ട് SITയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് നമുക്കറിയാം, ഇവർ രണ്ടുപേരും പത്മകുമാറിൻ്റെ കാലഘട്ടത്തിൽ, പത്മകുമാർ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മെമ്പേഴ്സായിരുന്നു, KP ശങ്കരദാസും വിജയകുമാറും. അതിൽ വിജയകുമാർ കീഴടങ്ങി. വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. KP ശങ്കരദാസ് തനിക്ക് പ്രായമായി, ശാരീരിക അസ്വസ്ഥതകളുണ്ട്, ആരോഗ്യം വലിയ മോശമാണ്, അതുകൊണ്ട് അദ്ദേഹം കീഴടങ്ങിയില്ല. അതിന് പകരം ഹൈക്കോടതിയിലെ അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് നീങ്ങിയതും ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ല. അതേസമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ ബാധ്യതയെപ്പറ്റി സിംഗിൾ ബെഞ്ച് ചില പരാമർശങ്ങളും നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകന് ഒരു DIG ആണ്, കേരളത്തിലെ ഇപ്പോൾ എറണാകുളം കമ്മീഷണറാണ്. അങ്ങനെ അദ്ദേഹത്തിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ SIT മടിക്കുന്നത്, അറസ്റ്റ് നീങ്ങുന്നത് എന്നൊക്കെ ആരോപണം ധാരാളം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമായിരുന്നു. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല KP ശങ്കരദാസിന്. അതുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ ദീപ ശങ്കർ ദത്തയും SC ശർമ്മയും പറഞ്ഞ വാക്കിനാണ് വലിയ പ്രാധാന്യം. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് ആ കേസിൻ്റെ വാദഗതി സമയത്ത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കമൻറ്റ് അങ്ങനെയാണ് വന്നത്. അത് കുറിക്ക് കൊള്ളുന്നൊരു പരാമർശമാണ്.